പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട് ലീഗിനെയും സമസ്തയെയും വിളക്കി ചേർക്കുന്ന കണ്ണി. സമുദായത്തിൻ്റെ ആത്മീയ നേതൃത്വമായി തിളങ്ങി നിൽക്കുന്ന ഈ തറവാടിനെതിരെ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ്. അതും ഇത്രയും കാലം ഒരുമിച്ച് ഉണ്ടുറങ്ങിക്കഴിഞ്ഞ സമസ്തയിൽ നിന്ന് തന്നെ. പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ മുതൽ തുടങ്ങിയതാണ് സമസ്തയുമായുള്ള ബന്ധം. മതവും രാഷ്ട്രീയവും ചേർത്ത പാണക്കാട് പ്രഭാവം വളർന്നപ്പോൾ അതുപയോഗിച്ച ലീഗ് സമസ്തയെ തടവിലിടുന്നുവെന്ന വിമർശനവും ഉയർന്നു. ഇതിനെതിരെ സമസ്തയിൽ ഉയർന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പാണക്കാട്ടെ തറവാട് മുറ്റത്തെത്തിയിരിക്കുന്നത്. സമസ്തയിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. 1980കളിൽ സമസ്തയിൽ ഒരു വിഭാഗം പണ്ഡിതർ ഇങ്ങനെ ലീഗിനെതിരെ തിരിഞ്ഞു നിന്നിരുന്നു. സമാനമായ ചോദ്യങ്ങൾ തന്നെയാണ് അന്നും ഉയർന്നത്. സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല, പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം. ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട് സമ്മേളനം ഉണ്ടാകാം, ഇടക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാവും. പട്ടിക്കാട് സമ്മേളനം അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി, മുഖ്യപ്രസംഗം ലീഗിന്റെ രാഷ്ട്രീയ ബലവും പാണക്കാട് പ്രഭാവവും ഉപയോഗിച്ചാണ് അന്നത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ ലീഗ് നേരിട്ടത്. ഒടുവിൽ കാന്തപുരം ഉൾപ്പെടെ 4 പണ്ഡിതർക്ക് ഇറങ്ങി വന്ന മറ്റൊരു സമസ്ത രൂപീകരിക്കേണ്ടി വന്നു. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇപ്പോൾ സമസ്ത പ്രസിഡന്റ്. തങ്ങൾ കുടുംബമാണ്. ലീഗുമായുള്ള ബന്ധം അംഗീകരിക്കുമ്പോൾ തന്നെ സമസ്തയ്ക്ക് സ്വന്തം നയം വേണമെന്ന നിലപാടുകാരനാണ്. സമസ്ത മുഷാവറയിലെ വലിയൊരു വിഭാഗം ജിഫ്രി തങ്ങൾക്കൊപ്പമുണ്ട്. സമസ്ത പണ്ഡിതന്മാരെ ഒപ്പം നിർത്തി മറുപക്ഷത്തെ ദുർബലമാക്കുകയാണ് ലീഗ് നീക്കം. എന്നാൽ 89ലെ പോലെ അതത്ര എളുപ്പമാകില്ലെന്ന് ഇരുപക്ഷവും കരുതുന്നു. മുഹമ്മദ് ഷഹീദിനും പ്രജോഷ് കുമാറിനുമൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.